ഹലോ, വെൽക്കം ടു അവർ വ്ലോഗ്. ഇന്ന് രാവിലെ തന്നെ എന്റെ രണ്ട് കുട്ടീസിനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടാൻ പോവാട്ടോ. അപ്പൊ ഇത് രണ്ടാളെയും സുന്ദരക്കുട്ടന്മാരായിട്ട് ഇതേ ബസ് വന്നപ്പോ സ്കൂളിൽ കയറ്റി വിടാണ്. ഇവരെ കയറ്റി വിട്ടിട്ട് ഇന്ന് എനിക്ക് ചെറിയൊരു കള്ളത്തരം കാണിക്കാനുണ്ട്. കാരണം ഇവരെ അറിഞ്ഞിട്ടില്ല. ഇവരെ കൊണ്ടുപോകാണ്ട് എനിക്കൊരു കല്യാണത്തിന് പോകാണ്ട്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ഇവരുടെ ക്ലാസ് കളഞ്ഞ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇവര് വരുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ വേഗം ഞാനും ഗൗരി എന്തേ കുളിച്ച് റെഡി ആവാൻ പോവാട്ടോ. അപ്പൊ ഗൗരീനെ ഒന്ന് റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ റെഡി ആവാന്ന് കരുതി. കാരണം കുറച്ച് സമയമുള്ളൂ, നമുക്ക് 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഇവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ഒരു ഡ്രസ്സ് ഇടിച്ചത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അത് ഇടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഇത് തോന്നിയിട്ട് ഞാൻ രണ്ടാമത്തെ വേറൊരു ഡ്രസ്സ് മാറ്റി ഇടിച്ചു. അതും എനിക്ക് അത്രയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വലിയ രസം തോന്നിയില്ല. പിന്നെ സമയമില്ലാത്ത കാരണമുണ്ട് അത് തന്നെ അങ്ങോട്ട് നിർത്തി. പിന്നെ ഞാൻ റെഡി ആവാൻ പോവാട്ടോ. എനിക്ക് കഴിഞ്ഞ എൻ്റെ ഒരു ചെറിയ ഷോട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മള് ഒരു 3 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 ടോപ്പിൽ ഞാൻ സെലക്ട് ചെയ്തതേ ഇപ്പൊ ഇടാൻ പോവാണ് കേട്ടോ. പിന്നെ ഒന്ന് റെഡി ആവുന്ന വെച്ചാൽ ആകെ 10 മിനിറ്റ് സമയമുള്ളൂ. അതിനുള്ളതാ എന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാണുന്നത്. മേക്കപ്പ് ചെയ്ത് ആരും കാണാനും ഒന്നുമില്ല, നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം ചെയ്ത് കൂട്ടണത് കേട്ടോ. ചെറിയൊരു മോയ്സ്ചറൈസർ ഇട്ടു, ഫൗണ്ടേഷൻ ചെറുതായിട്ടൊന്നും ഇട്ട്. എന്തായാലും ഒരു കല്യാണത്തിന് പോകല്ലോ, അപ്പൊ ഇത്തിരി മുഖം ഒന്ന് തെളിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണത് കേട്ടോ. അപ്പൊ അധികം നേരമില്ല, ആകെ 10 മിനിറ്റ് സമയമുള്ളൂ. അതിനുള്ള എന്തെങ്കിലുമൊക്കെ മുഖത്തൊന്ന് വാരി പൂശി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ നോക്കിയപ്പോഴാണെങ്കിലും സമയമില്ലാത്ത സമയത്ത് പൗഡർ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ കൊച്ചിന്റെ ജോൺസൺസ് ബേബി പൗഡർ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് എന്താ പറയാ, എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ വരെ പോകാനായിട്ട് സമയം കിട്ടില്ല. അങ്ങനെ കല്യാണമായി. ഇനിയിപ്പോ എന്തായാലും ത്രെഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അമ്മ അവിടെ അപ്പുറത്ത് റെഡി ആവണ്ടാവും. അപ്പൊ അമ്മയും ഞാനും ഞാൻ ഡോറ് അടച്ചിട്ടിട്ടാണോ റെഡി ആവണം കേട്ടോ. കാരണം ഗൗരി എപ്പോഴും ഇങ്ങനെ ഓടി വന്നോണ്ടിരിക്കുക. അത് കാരണമുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയാ, ഒരു ചെറിയ മോയ്സ്ചറൈസർ ഇട്ടു, ഫൗണ്ടേഷൻ ഇട്ടു, കണ്ണെഴുതി കണ്ണിന് ജീവനില്ലാത്ത പോലെ തോന്നും. അങ്ങനെ കണ്ണെഴുതി എന്തായാലും കല്യാണത്തിനല്ലേ പോണേ എന്ന് വിചാരിച്ചതാ. ഒന്ന് മസ്കാരയൊക്കെ ഒന്ന് ഇട്ട്, ഒന്ന് ചുണ്ടിനെയും കൂടെ ഒന്ന് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ റെഡി ആവല് നടന്നുകൊണ്ടിരിക്കണു. സത്യത്തിൽ ഇതൊക്കെ നല്ല ടൈം എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ വരുള്ളൂ. ഇത് ഒരു ജാതി ഓട്ടപ്പാച്ചിലുള്ള ചെയ്യലാട്ടോ. അതിന്റെ ഇടയിൽ എനിക്ക് ഫോണും വരുന്നുണ്ട്, ഞാൻ അതും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്ന് പോണത് നമ്മുടെ ജോഷിചേട്ടന്റെ ഓട്ടോയിലാട്ടോ. അച്ഛനും ഇല്ല, രാജേഷനും ഇല്ല, ഞാനും അമ്മയും ഗൗരിയും മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ണനും വെച്ചും വരണേക്ക് മുന്നേ തന്നെ വേഗം തിരിച്ചും വരാൻ വേണം. അപ്പൊ ഫോണൊക്കെ അവിടെ വെച്ചിതാ റെഡി ആവല് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്റെ അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് സമയം വൈകും, കല്യാണത്തിന് എല്ലാം ഇടാറാവുമ്പോ അവിടെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ വക ധൃതി പിടിക്കൽ അതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടെ എന്താ പറയാ, സമയം കിട്ടാത്ത പോലെ തോന്നുന്നത്. അങ്ങനെ ഒരു പൊട്ട് വെച്ചു. ഈ പൊട്ട് വെക്കേണ്ടത് എത്ര നേരം അവിടെ ഇരിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം എന്റെ ഗൗരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊട്ട്, എന്റെ മുടി അതൊക്കെ പിടിച്ച് വലിച്ചു പറിച്ചെടുക്കലൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ഹോബീസ്. അപ്പൊ പൊട്ട് ഞാൻ ഒരെണ്ണം എന്റെ ഒരു സമാധാനത്തിന് വെച്ചിട്ട് ഞാൻ അതിന്റെ പേഴ്സിലും അതിന്റെ പാക്കറ്റ് പാട് എടുത്തു വെച്ചു കേട്ടോ. അപ്പൊ ഇതാട്ടോ ഞാൻ അന്ന് സെലക്ട് ചെയ്തത്. ഇത് നല്ലതാണോ, ഏതായിരുന്നു നല്ലത് എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് മഞ്ഞ, പച്ച ഈ വക കളറുകളോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അപ്പൊ ഇതൊന്ന് സെലക്ട് ചെയ്ത് ഞാൻ ഡ്രസ്സ് ഇട്ടു. അപ്പൊ കമ്മല് സാധനങ്ങളൊക്കെ തലേ ദിവസം മാറ്റി വെക്കാറുണ്ട് പണ്ടൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് വെച്ചും അറിയാം, അതൊരു കള്ളത്തരത്തിലുള്ള പോക്കായതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടിരുന്ന് പെട്ടെന്ന് ഇതൊന്ന് മാറ്റി വെക്കാട്ടോ. അപ്പോഴേക്കും ജോഷിച്ചേട്ടൻ വരാന്നും പറഞ്ഞ് ജോഷിച്ചേട്ടൻ ഓട്ടോ കൊണ്ട് വന്നു. അപ്പൊ വേഗം കാര്യങ്ങൾ. അപ്പൊ നമ്മളീ എങ്ങനെയെങ്കിലും പോവാൻ നേരത്തെ തിരക്ക് പിടിച്ച കമ്മലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മലിന്റെ ശങ്കേരി എപ്പോഴും നമുക്ക് പണി തരും കേട്ടോ. അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴും. പിന്നെ അത് നോക്കി നോക്കി കുറെ സമയം കട്ടിക്കളയേണ്ടി വരും. അങ്ങനെ ഒരു കണക്കിന് ഇതൊക്കെ ഇട്ടതേ സിമ്പിളായിട്ട് 2 വളയും കൂടി ഇട്ടതാ എന്റെ റെഡി ആവല് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ വള, 2 കൈമ പോലെ ചെറിയ 2 അങ്ങനെ ഇനി മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റ്. അപ്പൊ മെയിൻ സംഭവം മറന്നുപോയി, സിന്ദൂരം ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ഞാൻ അധികം വലുതായിട്ടൊന്നും സിന്ദൂരം ഇടാറില്ല കേട്ടോ. ഞാൻ ചെറിയൊരു കുത്തിടാറുള്ളൂ. ആദ്യമൊക്കെ കുറെ വാരി ഇടാറുണ്ട്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ സിന്ദൂരം എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി നാരങ്ങയല്ലേ. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ മുടി കാട്ടികളാണ് എന്ന് വെച്ചിട്ട് ചെറിയൊരു കുത്തിട്ടുള്ളൂ. അങ്ങനെ തലയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റായി. ഇത്ര ഉള്ളു എന്റെ മേക്കപ്പ് ലുക്ക്. പിന്നെ പോവാൻ നേരത്തെ ഇത് കല്യാണത്തിനായതുകൊണ്ട് മാത്രം ഒരു നെക്ലസ് എടുത്ത് ഇടണ്ട് കേട്ടോ. അപ്പൊ തല കെട്ടാൻ നേരം ആവുമ്പോഴേക്കും ജോഷിച്ചേട്ടൻ അവിടെ പുറത്തു വന്നു. അപ്പൊ അമ്മയുടെ ആണെങ്കിൽ ഫുൾ റെഡി ആവലും കഴിഞ്ഞതേ അമ്മ അവിടെ എപ്പോ പോവാന്ന് പറഞ്ഞ് ധൃതി പിടിച്ചോണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ കല്യാണത്തിന് ചെല്ലുമ്പോൾ സദ്യ വിളമ്പിയിട്ട് ചെല്ലണത് എന്തോ മോശക്കേട് പോലെയാണ്. നമുക്ക് ഇവിടുന്ന് എത്താനും ഒരു 1-1.5 മണിക്കൂർ സമയം വേണം. അപ്പൊ ഇപ്പൊ ചെന്നില്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും സദ്യ തുടങ്ങും, പിന്നെ നാണക്കേടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എന്റെ ആണെങ്കിൽ കഴിയണമില്ല, ഒന്നും ചെയ്തില്ല, മുടി ഒന്നും ഉണക്കാനും ഒന്നിനും നേരം കിട്ടിയില്ല. എന്നിരുന്നാലും കണ്ണനെ അച്ഛനെ സ്കൂളിൽ വിട്ടിട്ട് വേണ്ടി വന്ന കാരണോണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് റെഡി ആവലൊക്കെ കഴിഞ്ഞതാ. ഇതാണ് കേട്ടോ എന്റെ ഫൈനൽ ലുക്ക്.
വലിയ ലുക്ക് എന്നൊന്നും പറയാനൊന്നുമില്ല, എന്നാലും എന്താ എന്റെ ഓട്ടപ്പാച്ചിലിൽ ധൃതി പിടിച്ചൊരു ലുക്ക്. ലാസ്റ്റ് ഈ ഒരു മാലയും കൂടി ഇട്ട് എന്താ കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാട്ടോ. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സാരി ഉടുത്തൊക്കെ പോകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഗൗരീനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ സാരി ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്താവും. പിന്നെ എന്താ പറയാ, ഇന്ന് എനിക്ക് ഒട്ടും നേരമില്ല, ചുരിദാർ ഇട്ടിട്ട് തന്നെ എനിക്ക് ഇത്രയും സമയം എടുക്കണം. അപ്പൊ പിന്നെ സാരി ആവുമ്പോൾ ഇനിയും സമയം പോയിക്കല്ലോ എന്ന് വെച്ചിട്ട് സാരീനെയൊക്കെ മാറ്റിയതേ ഒരു കണക്കിന് ഒരു ടോപ്പ് ഇട്ടതാ. എൻ്റെ റെഡി ആവലും മേക്കപ്പ് ഒക്കെ 10-15 മിനിറ്റ് കൊണ്ട് മേക്കപ്പ് ആയി നമ്മളത് പോവാൻ പോവാട്ടോ. അപ്പോ എന്താ പറയാ, നമ്മുടെ ജോഷി ചേട്ടൻ വന്നു. ജോഷി ചേട്ടൻ്റെ ഓട്ടോറിക്ഷയില പോണം. അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ ശ്രദ്ധിക്കണം, എന്റെ അമ്മയുടെ ഏകദേശം മാച്ചാണ്. കാരണം അമ്മ സാരി കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ സാരി കണ്ടത്. പിന്നെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചുരിദാറായിരുന്നത്. അങ്ങനെ ഗൗരി മാത്രം അതിൽ പിങ്ക് ആയി പോയിട്ടോ. നേരത്തെ അറിഞ്ഞുവെന്നുണ്ടെങ്കിൽ ഞാൻ ഗൗരീനെയും കൂടെ ഒരു യെല്ലോ ആക്കിയാണ്. അപ്പൊ എന്റെ അമ്മയുടെ മുഖത്ത് ഈ കാണുന്ന സന്തോഷത്തിന്റെ കാരണം വേറെ ഒന്നും അല്ലാട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോ പെണ്ണിന്റെ കൈ പിടിച്ച് ചെക്കന് കൊടുക്കുന്ന ചടങ്ങ് എത്തിയിട്ടുണ്ടായുള്ളൂ. അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായി. കാരണം അവിടെ സദ്യ വിളമ്പിയിട്ടില്ല, അത് കാരണം നാണം കേട്ടില്ല. അങ്ങനെയാണ് അമ്മയുടെ ചിന്താഗതി. അങ്ങനെ അവിടുത്തെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കുറച്ച് കണ്ട് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞ്. അപ്പൊ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു പറ്റുപറ്റിയിരുന്നു. ചേച്ചിമാരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി. കുറച്ച് അമ്മായിമാരും വല്യമ്മമാരും മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ അവരെയൊക്കെ കണ്ടൊന്ന് വർത്താനം പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ ഫുഡ് അല്ലാണ്ട് പിന്നെ എന്തിട്ടും മെയിൻ. അങ്ങനെ സദ്യ ഒക്കെ ഉണ്ട്, നല്ല സദ്യ ആയിരുന്നു കേട്ടോ. ഞാനും ഗൗരീനെ വെറുതെ ഒരു ഇലയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവള് തന്നെ കഴിക്കൊന്നുമില്ല, എന്നാലും അവളൊരു പപ്പടവും കൊടുത്ത് വെറുതെ ഇരുത്തിയ ഒരു പേരിന്. അപ്പൊ എല്ലാവരും സ്വാമിമാരാട്ടോ. വൃശ്യമാസം ആയതാണ് എല്ലാവരും മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കണാനും താടിയും മീശയൊക്കെ വെച്ചിട്ട് നിൽക്കണേ. അങ്ങനെ കുറച്ചു നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം ഈ വ്ളോഗിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു.